എന്താണ് ഈ പറയുന്നത്? എന്താണ് ഈ വലിയ ശൈഖിന് പറയാനുള്ളത്? അല്ലാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് തെളിവുണ്ട് എന്ന് പറയുന്ന ആളുകൾ അവർക്ക് എന്ത് തെളിവാണ് ഉദ്ധരിക്കാനുള്ളത്? അല്ലാഹു ഖുർആനിൽ പറഞ്ഞത് ലാ ബുർഹാന ലഹു ബി, അവർക്ക് തെളിവില്ല എന്നാണ്. അല്ലാഹു ഖുർആനിൽ പറഞ്ഞത് അല്ലാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവർ അവർക്ക് തെളിവില്ല എന്നാണ് ഖുർആൻ പ്രഖ്യാപിച്ചത് എങ്കിൽ ഇല്ല, അള്ളാഹിന്റെ ഖുർആനിൽ തന്നെ തെളിവുണ്ട് എന്ന് പറയുന്ന ആളുകളെ നിങ്ങൾക്ക് എന്ത് തെളിവാണുള്ളത്? അവർ തന്നെ അത് ഉദ്ധരിക്കട്ടെ, ഞാൻ പറയുന്നില്ല. അവരുടെ ശബ്ദത്തിൽ അവരുടെ ഭാവത്തിൽ നമുക്കത് കാണാം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. എന്നോടും നിങ്ങളോടും ലോകത്തുള്ള മുഴുവൻ മുഅ്മിനീങ്ങളോടും അല്ലാഹു പഠിപ്പിക്കുന്നു, ഇന്നമാ വലിയുക്കുമുല്ലാഹു വറസൂലുഹു, നിങ്ങളെ സഹായിക്കാനുള്ളത് അല്ലാഹുവാണ്. നിങ്ങളെ സഹായിക്കാനുള്ളത് അല്ലാഹുവാണ്. വറസൂലുഹു, അല്ലാഹുവിന്റെ റസൂലും ആണ്. വല്ലദീന ആമനു അല്ലദീന യുഖീമൂന അസ്സലാത വയുഅ്തൂന അസ്സകാത വഹും റാകിഊൻ, നിസ്കരിക്കുകയും സകാത്ത് കൊടുക്കുകയും സൽക്കർമ്മങ്ങൾ നിർവഹിക്കുകയും ചെയ്യുന്ന മറ്റു മുഅ്മിനീങ്ങളെല്ലാവരും നിങ്ങളെ സഹായിക്കാനുള്ളവരാണ് എന്ന് പറഞ്ഞിട്ട് അല്ലാഹു പറയുന്നു, വമയ്യതവല്ലല്ലാഹ വറസൂലഹു വല്ലദീന ആമനൂ ഫഇന്ന ഹിസ്ബല്ലാഹി ഹുമുൽ ഗാലിബൂൻ. ആരെങ്കിലും അല്ലാഹുവിനെ സഹായിക്കുന്നവനായി അംഗീകരിച്ചു, അല്ലാഹുവിന്റെ റസൂലിനെ സഹായിക്കുന്നവരായി അംഗീകരിച്ചു, സത്യവിശ്വാസികളായ മുഅ്മിനീങ്ങളെയും സഹായിക്കുന്നവരായി അംഗീകരിച്ചു, എന്നാൽ അവർ അല്ലാഹുവിന്റെ പാർട്ടിയാണ്, അല്ലാഹുവിന്റെ പാർട്ടികൾ എപ്പോഴും വിജയത്തിലാണ് എന്ന്. ഇങ്ങനെ ഖുർആനിന്റെ ധാരാളം ആയത്തുകൾ ഉണ്ട്. സഹോദരങ്ങളെ ഇന്നമാ വലിയുക്കുമുല്ലാഹു വറസൂലുഹു വല്ലദീന ആമനു അല്ലദീന യുഖീമൂന അസ്സലാത വയുഅ്തൂന അസ്സകാത വഹും റാകിഊൻ എന്ന ആയത്ത് അല്ലാഹുവിന്റെ ഖുർആനിലുള്ളതാണ്. സൂറത്തുൽ മാഇദയിലെ ആയത്താണ്. ആ സൂറത്തുൽ മാഇദയിലെ ആയത്തിന്റെ വിശദീകരണം നാട്ടിലുള്ള സുന്നികൾ തന്നെ ഇറക്കിയിട്ടുള്ള പരിഭാഷകൾ, ആ പരിഭാഷകളൊന്ന് മറിച്ചു നോക്കിയിട്ട് ഇത് അല്ലാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കാനുള്ള തെളിവാണെന്ന് സമർത്ഥിക്കുവാൻ നാട്ടിലുള്ള ഏതെങ്കിലും ഒരു കുട്ടിക്ക് സാധിക്കുമോ? അതിന് കിതാബോധമുണ്ടല്ലോ. മലയാളം തിരിയുമെങ്കിൽ നാട്ടിൽ മലയാളത്തിൽ പരിഭാഷകൾ ഇറക്കിയ മുസ്ലിയാക്കന്മാരില്ലേ, ആ മുസ്ലിയാക്കന്മാരുടെ പരിഭാഷകൾ എടുത്തു വെച്ചിട്ട് ഇതാ അല്ലാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കാൻ, അല്ലാഹു അല്ലാത്തവരോട് ഇസ്തിഗാസ നടത്താൻ അല്ലാഹു അവതരിപ്പിച്ചിരിക്കുന്ന ആയത്താണിത് എന്ന് സുന്നികൾ ഇറക്കിയ പരിഭാഷകൾ വെച്ചുകൊണ്ടെങ്കിലും സമർത്ഥിക്കാൻ നിങ്ങൾക്ക് സാധിക്കുമോ? ലോകാവസാനം വരെ ഒരിക്കലും അതിന് സാധിക്കുകയില്ല എന്ന് മുജാഹിദുകളായ ആളുകൾ അഭിമാനത്തോടെ പറയുകയാണ്. കാരണം എന്താണെന്നറിയോ? അഭിമാനത്തോടെ പറയുന്നു എന്ന് പറയാൻ കാരണം എന്തെന്നറിയോ? ഖുർആൻ അല്ലാഹു പറഞ്ഞതാണ്, അല്ലാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവർക്ക് ലാ ബുർഹാന ലഹു ബിഹി, ആ വിഷയത്തിൽ തെളിവില്ല എന്ന് അള്ളാഹിന്റെ ഖുർആനിൽ പടച്ച തമ്പുരാൻ പറഞ്ഞതാണ്. അങ്ങനെ തെളിവുണ്ടാക്കാൻ ശ്രമിച്ചിട്ട് തെളിവായോ? തെളിവാകുന്നില്ല. കാരണം ഇന്നമാ വലിയുക്കുമുല്ലാഹു വറസൂലുഹു വല്ലദീന ആമനു അല്ലദീന യുഖീമൂന അസ്സലാത വയുഅ്തൂന അസ്സകാത വഹും റാകിഊൻ എന്ന ആയത്ത് പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ട് അവതരിച്ച ആയത്തല്ല, ഇസ്തിഗാസയുമായി ബന്ധപ്പെട്ട് അവതരിച്ച ആയത്തല്ല. നേരെമറിച്ച് ഈ ആയത്ത് അവതരിക്കാനുള്ള അവതരണ പശ്ചാത്തലം എല്ലാ മുഫസ്സിറുകളായ ആളുകളും അവരുടെ തഫ്സീർ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അക്കൂട്ടത്തിൽ മഹാനായ ഇമാം ഫഖ്റുദ്ദീൻ റാസി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ തഫ്സീറുൽ കബീറിൽ ഈ ആയത്ത് അവതരിക്കാനുള്ള അവതരണ പശ്ചാത്തലമായി പറഞ്ഞത് നസലത്ത് ഹാദിഹിൽ ആയ അലാ വഫ്ഖി ഖൗലിഹി വറുവിയ അയ്ളൻ അന്ന അബ്ദുല്ലാഹ് ഇബ്നു സലാം ഖാല യാ റസൂലല്ലാഹ് ഇന്ന ഖൗമനാ ഖദ് ഹജറൂനാ വഅഖ്സമൂ അല്ലാ യുജാലിസൂനാ വലാ നസ്തതിഉ മുജാലസത അസ്ഹാബിക ലിബുദിൽ മനാസിൽ ഫനസലത്ത് ഹാദിഹിൽ ആയ. നിങ്ങൾ മനസ്സിലാക്കണം, ഇമാം ഫഖ്റുദ്ദീൻ റാസി റഹിമഹുല്ലാഹ് പറയുകയാണ്, അന്ന അബ്ദുല്ലാഹ് ഇബ്നു സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ വന്നു. അങ്ങനെ ഹിജ്റ വന്നിട്ട് ആ നാട്ടിൽ ജീവിക്കുമ്പോൾ മദീനയിലുണ്ടായിരുന്ന കുറച്ച് യഹൂദികളായ ആളുകളുമായി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചില കരാറുകളിൽ ഏർപ്പെട്ടിരുന്നു. ആ രൂപത്തിൽ
യഹൂദികളുമായ ആളുകളുമായി കരാറിൽ ഏർപ്പെട്ടുകൊണ്ട് മദീനയിൽ സ്വസ്ഥ ജീവിതം നയിച്ച മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, ആ പ്രവാചകൻ തന്റെ പ്രബോധനം മദീനയുടെ പ്രാന്തപ്രദേശങ്ങളിൽ നടത്തിക്കഴിഞ്ഞപ്പോൾ ജൂതന്മാരിൽപ്പെട്ട ചില പണ്ഡിതന്മാർ തന്നെ ഇസ്ലാമിലേക്ക് കടന്നു വരാൻ തുടങ്ങി. ജൂതന്മാരിൽപ്പെട്ട യഹൂദികളിൽപ്പെട്ട വിവരമുള്ള ആലിമീങ്ങളായ ആളുകൾ അവർ മുഹമ്മദ് നബിയുടെ പ്രബോധനം കേട്ടിട്ട് ഇസ്ലാമിലേക്ക് വരാൻ തുടങ്ങി. അങ്ങനെയുള്ള ഒരു പണ്ഡിതനായിരുന്നു, യഹൂദി പണ്ഡിതനായിരുന്നു, ജൂത പണ്ഡിതനായിരുന്നു അബ്ദുല്ലാഹ് ഇബ്നു സലാം എന്ന് പറയുന്ന ആള്. അങ്ങനെ അദ്ദേഹം മുസ്ലിമായി കഴിഞ്ഞപ്പോൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ജൂതന്മാരും തമ്മിൽ വെച്ചിരുന്ന കരാറുകളെ ലംഘിച്ചുകൊണ്ട് ജൂതന്മാർ പ്രവർത്തിച്ചു. മുസ്ലിമായ ആളുകളെ ബഹിഷ്കരിക്കാൻ തുടങ്ങി. ജൂതന്മാരായ ആളുകളിൽ നിന്ന് ഇസ്ലാമിലേക്ക് കടന്നു വന്ന ആളുകളെ അവർ തള്ളിപ്പറയാൻ തുടങ്ങി, അവരെ ബഹിഷ്കരിക്കുവാൻ തുടങ്ങി. ആ സന്ദർഭത്തിൽ ഈ അബ്ദുല്ലാഹ് ഇബ്നു സലാം എന്ന് പറയുന്ന ആ ജൂത പണ്ഡിതനായ ആള് റസൂലുള്ളാഹിന്റെ അടുക്കൽ വന്ന് പറയുകയാണ്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ, ഇന്ന ഖൗമന ഖദ് ഹജറൂനാ, നബിയേ, ഞങ്ങളുടെ ജനത ഞങ്ങളെ ഇതാ ബഹിഷ്കരിക്കുകയാണ്. വഅഖ്സമു അല്ലാ യുജാലിസൂന, വഅഖ്സമു അവർ സത്യം ചെയ്ത് പറയുകയാണ്, അല്ലാ യുജാലിസൂന അവർ ഞങ്ങളോടൊപ്പം ഇരിക്കില്ല എന്ന്. വലാ നസ്തതിഉ മുജാലസ അസ്ഹാബിക ലിബുദിൽ മനാസിൽ, നബിയെ, ഞങ്ങളങ്ങ് വിദൂരത്ത് ആളുകളാണ്, താങ്കളുടെ സ്വഹാബികളോടൊപ്പം വന്നിരിക്കാൻ അവരുമായി സംഗമിക്കുവാൻ ഞങ്ങൾക്ക് സാധിക്കുകയുമില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട്, ഞങ്ങളുടെ ജനത ഞങ്ങളെ ബഹിഷ്കരിക്കുന്ന പ്രവാചകരെ, ഞങ്ങൾ എന്തു ചെയ്യണമെന്ന് സംശയിച്ചു നിന്ന അബ്ദുല്ലാഹ് ഇബ്നു സലാം, ആ സലാമിന് മറുപടിയായിക്കൊണ്ടാണ് അല്ലാഹു പറയുന്നത്, നിങ്ങൾ വിഷമിക്കേണ്ടതില്ല, നിങ്ങൾ പ്രയാസപ്പെടേണ്ടതില്ല. യഹൂദികളായ ആളുകൾ, ജൂതന്മാരായ ആളുകൾ നിങ്ങളെ ബഹിഷ്കരിക്കുന്നു എന്നോർത്തുകൊണ്ട് നിങ്ങൾ പ്രയാസപ്പെടേണ്ടതില്ല. കാരണം നിങ്ങളുടെ ഉറ്റമിത്രവും നിങ്ങളുടെ സഹായിയും നിങ്ങളുടെ സഹകാരികളും അവരല്ല, ജൂതന്മാരല്ല. നേരെ മറിച്ച് നിങ്ങളുടെ സഹായികളും നിങ്ങളുടെ സഹകാരികളും ഇന്നമാ വലിയുക്കുമുല്ലാഹ്, ഒന്നാമതായി അള്ളാഹുവാണ്, രണ്ടാമതായി റസൂലുഹു, അള്ളാഹുവിന്റെ പ്രവാചകനുമാണ്. അതുമാത്രമാണോ? ഇവർ രണ്ടുപേരും മാത്രമാണോ? ഒരിക്കലുമല്ല. നേരെ മറിച്ച് വല്ലദീന ആമനു, ഈമാനുള്ള വിശ്വാസികളായ ആളുകളുമാണ്. ഈമാനുള്ളവരെന്ന് പറയുമ്പോൾ എല്ലാവരും അക്കൂട്ടത്തിൽ പെടുമോ? ഒരിക്കലുമില്ല. കാരണം ഞങ്ങൾ ഈമാനുള്ളവരാണെന്ന് പറയുന്ന കപട വിശ്വാസികൾ അവിടെയുണ്ടല്ലോ. അപ്പോൾ അവരെ ഉറ്റമിത്രമായി സ്വീകരിക്കാൻ പറ്റുമോ? പറ്റില്ല. അതുകൊണ്ട് തന്നെ കപട വിശ്വാസികളെയും വിശ്വാസികളായ ആളുകളെയും വേർതിരിക്കാൻ വേണ്ടി അല്ലാഹു പറഞ്ഞു. എന്താ പറഞ്ഞത്? വല്ലദീന ആമനുല്ലദീന യുഖീമൂന സ്വലാത്ത വയൂതൂന സകാത്ത വഹും റാകിഊൻ, സകാത്ത് കൊടുക്കുന്ന, നമസ്കാരം നിലനിർത്തുന്ന വിശ്വാസികളായ ആളുകളും നിങ്ങളുടെ ഉറ്റമിത്രങ്ങളാണ്, നിങ്ങളുടെ സഹായിയും സഹകാരികളുമാണ്. ഇതാണ് ആയത്തിൽ പറഞ്ഞ വിഷയം. ഈ പറഞ്ഞ വിഷയവും മുയിലാർ ഇവിടെ പറഞ്ഞ വിഷയവും തമ്മിൽ ഗജാന്തര വ്യത്യാസമുണ്ട്. അജം എന്ന് പറയുന്നതും ഗജം എന്ന് പറയുന്നത് രണ്ടും രണ്ടാണ്. കേൾക്കുമ്പോൾ ഒന്നാണെന്ന് വിചാരിക്കരുത്. ഗജാന്തര വ്യത്യാസമുണ്ട് സഹോദര. ഈ ആയത്തും ഈ പറഞ്ഞ തെളിവ് ഏതൊരു വിഷയത്തിലാണോ തെളിവ് ധരിച്ചത് ആ വിഷയവും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. ഇത് മരിച്ചവർ വിളിച്ച് പ്രാർത്ഥിക്കാൻ ഇറങ്ങിയ ആയത്തല്ല. പിന്നെ എന്താണെന്നറിയോ, ഞാൻ അത്ഭുതപ്പെട്ടിട്ട്